അറിവിൻ്റെ വാടിയിൽ ആലംബമാകുന്നു ഗുരുസന്നിധേ. അറിവിന്നക്ഷയ അണിയങ്ങൾ നുകരുന്നു, അജ്ഞത നീങ്ങുന്നു തൽഫലമായി. പലവർണ്ണ കുസുമങ്ങൾ പുഞ്ചിരി തൂകുമ്പോൾ നിറവാൽ തിളങ്ങുന്നു ഒരു മുഖവും. പാരിൻ പ്രഭാവേനി പ്രഭയാൽ പരക്കണി, ചിന്തയിലോർമ്മയിലെന്നുമെന്നും. ആരുപോലൊഴുകുമി അറിവിൻ്റെ വാടിയിൽ ആലംബമാകുന്നു ഗുരുസന്നിധേ. അറിവിന്നക്ഷയ അണിയങ്ങൾ നുകരുന്നു, അജ്ഞത നീങ്ങുന്നു തൽഫലമായി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഹനാൻ. ഇന്ന് സെപ്റ്റംബർ 5 നാം അധ്യാപക ദിനമായി ആചരിക്കുന്നു. അക്ഷരങ്ങളെയും പേനയെയും നമ്മുടെ കൂട്ടുകാരാക്കി മാറ്റിയ നമ്മുടെ അധ്യാപകരെ ഓർക്കാനുള്ള ഒരു ദിനം. പുസ്തകങ്ങളുടെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ നമ്മുടെ എല്ലാ അധ്യാപകർക്കും 1000 നന്ദി. ഞങ്ങൾ GGVHS സഖ്യം കൂട്ടുകാർ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ അധ്യാപകരെ സ്മരിക്കാനും ഈ ദിനത്തെ മനോഹരമാക്കാനും ഞങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തന്റെ മുമ്പിലിരിക്കുന്ന കുട്ടി തന്റേതല്ല എന്ന് തോന്നുന്ന നിമിഷം അധ്യാപകർ സ്കൂൾ വിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞ ഒരു മഹാനുണ്ട്. അതെ, നിത്യചൈതന്യ യതി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് തന്നെയാവാം കഥ പറഞ്ഞു തുടങ്ങുന്നത്. ആനി തോംസിന്റെയും ടെഡിയുടെയും കഥ നിങ്ങളിൽ പലരും കേട്ടിരിക്കാൻ സാധ്യതയുള്ള കഥയാണ്. എങ്കിലും നമുക്കിത് കേൾക്കാം. നമ്മുടെ ജീവിതത്തിൽ പല കാലഘട്ടത്തിൽ പലരും നമ്മെ സ്വാധീനിച്ചിരിക്കാം. നമ്മൾ വിചാരിക്കാത്ത വിധത്തിൽ ജീവിതം മാറ്റിമറിയപ്പെടാറുണ്ട്. ഈ ഒരു കഥ ആനി തോംസ് എന്ന അധ്യാപിക ടെഡി എന്ന തന്റെ വിദ്യാർത്ഥിയിൽ വരുത്തിയ മാറ്റത്തെക്കുറിച്ചുള്ള കഥയാണ്. കഥ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയാണ് പറയുന്നത്. ആനി തോംസ് തന്റെ 5ാം ക്ലാസ്സിലെ കുട്ടികളോടാണ് പറയുന്നത്. എനിക്ക് ഈ ക്ലാസ്സിൽ ടെഡി ഒഴികെ മറ്റെല്ലാ കുട്ടികളെയും ഇഷ്ടമാണ്. ടെഡി എന്നും അഴുക്കു പുരണ്ട വസ്ത്രവുമായി വരുന്നവനാണ്. അവനാണെങ്കിൽ ക്ലാസ്സിൽ സുഹൃത്താരുമില്ല. എല്ലാ ക്വസ്റ്റ്യൻസിനും പരീക്ഷയിൽ തെറ്റുത്തരം മാത്രം എഴുതി തോറ്റിരിക്കുന്ന കുട്ടിയാണ്. അവനെ എനിക്ക് ഇഷ്ടമല്ല. അവനാണെങ്കിൽ വല്ലാത്ത വിഷമവും തോന്നി. ദിവസങ്ങൾ കടന്നുപോയി. ആനി തോംസിന്റെ തന്റെ കുട്ടികളുടെ പഠന ഡയറി പരിശോധിക്കുകയാണ്. അപ്പോഴാണ് ടെഡിയുടെ പഠന ഡയറി നോക്കാമെന്ന് കരുതിയത്. അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ അവരെ അത്ഭുതപ്പെടുത്തി. 1ാം ക്ലാസ്സിൽ അവന്റെ ക്ലാസ് ടീച്ചർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ടെഡി സമർത്ഥനായ വിദ്യാർത്ഥിയാണ്. ഒട്ടേറെ കഴിവുകൾ അവനിലുണ്ട്. അവനെ പ്രത്യേക പരിഗണന നൽകി വളർത്തേണ്ടതുണ്ട്. മറ്റു ക്ലാസ് ഡയറിയിൽ വായിച്ചപ്പോൾ 2ാം ക്ലാസ്സിലെ ഡയറിയിലാണെങ്കിൽ അതിബുദ്ധിമാനായ വിദ്യാർത്ഥിയാണ് ടെഡി. കൂട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവൻ. പക്ഷേ അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് അവൻ വല്ലാത്ത അസ്വസ്ഥനാണ്. 3ാം ക്ലാസ്സിലാകട്ടെ മാതാവിന്റെ മരണം അവനെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. അവന്റെ അച്ഛൻ അവനെ പരിഗണിക്കുന്നതേയില്ല. ഇങ്ങനെ പോയാൽ അവന്റെ ജീവിതം മാറിമറിഞ്ഞേക്കാം. 4ാം ക്ലാസ് അധ്യാപിക കുറിച്ചിരുന്നത് മറ്റൊരു വിധത്തിലാണ്. ടെഡി തന്നിൽ തന്നെ ഒതുങ്ങി ജീവിക്കുന്ന കുട്ടിയാണ്. അവന് പഠനത്തിൽ തീരെ താല്പര്യമില്ല. കൂട്ടുകാരാരുമില്ല. ഈ 4 വർഷത്തെ ഡയറി വായിച്ചപ്പോൾ ആനി തോംസിന് വല്ലാത്ത സങ്കടം തോന്നി. ഈ 4 വർഷത്തെയും ഡയറി വായിച്ചപ്പോൾ ആനി തോംസിന് ടെഡിയിലെ പ്രശ്നം മനസ്സിലായി. അവന് പ്രത്യേക പരിഗണനയും നൽകണമെന്ന് അവർ തീരുമാനിച്ചു. ആ അവസരത്തിലാണ് ആനി തോംസിന്റെ ജന്മദിനാഘോഷം നടക്കുന്നത്. തന്റെ ടീച്ചർക്ക് വേണ്ടി വില കൂടിയ സമ്മാനങ്ങൾ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൊണ്ടുവന്നു.
ടെഡിയാകട്ടെ വില കുറഞ്ഞ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ ഒരു സമ്മാന പൊതിയുമായി എത്തി. ആനി തോംസൺ ക്ലാസ്സിൽ നിന്ന് You taught us music. You taught us to smile. You taught us to give and the right way to live. Can never thank you enough for being what you were and making us what we are. Gurave Namaha. ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫിയിലെ സെക്കൻഡ് ചാപ്റ്ററായ ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് മീനിങ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അറ്റ്മോസ്ഫിയറിക് വെയിറ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ നമ്മൾ വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ള പഠിച്ചല്ലേ. അപ്പോൾ ഇനി അതിനെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റും മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റും അതിൻ്റെ യൂണിറ്റ്സുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് മെർക്കുറി ബാരോമീറ്റർ. അപ്പോൾ ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 2 യൂണിറ്റ് ഉണ്ട്. ഒന്ന് മില്ലി ബാറും ഒന്ന് ഹെക്ടോ പാസ്കലും. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ആൾട്ടിറ്റ്യൂഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10 മീറ്റർ ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് കൂടുന്നെങ്കിൽ 1 മില്ലി ബാർ വെച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അപ്പോൾ when atmospheric pressure decreases altitude increases. അപ്പോൾ ഇനി ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കൺക്ലൂഷൻ കിട്ടാലേ, അതായത് ആൾട്ടിറ്റ്യൂഡും ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഇനി നമുക്ക് Good morning to the respected principal, teachers and my dear friends. We celebrate Teachers' Day on 5th of September every year in India. September 5th is marked by the birth anniversary of Dr. Sarvepalli Radhakrishnan, and the Teachers' Day is celebrated in commemoration of his birthday. Along with being a successful leader in the form of the President of the country, Dr. Sarvepalli Radhakrishnan was a great scholar and an excellent teacher. There is a saying that teachers are greater than the parents. Parents give birth to a child, whereas a teachers mold that child's personality and provide a bright future. Apart from academics, teachers stand by us to every step to guide, motivate and inspire to become better people. Teachers are also the guides who play an important role in the transforming a student into a responsible citizen. Their contribution is not only limited to schools, but it extends to society and country. Teachers' Day is a special and important day, as students offer their respect to teachers in recognition of their contribution in the field of education. Thank you. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഓരോ വിദ്യാർത്ഥിയുടെയും വിജയത്തിന് മുന്നിൽ ഒരു മികച്ച അധ്യാപകന്റെ പിന്തുണയും മാർഗനിർദ്ദേശവുമുണ്ട്. ജീവിതത്തിൽ ഉയരങ്ങളിൽ ഏതാനും കൈകൾ തന്ന് സഹായിച്ച അധ്യാപകരെ ഓർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദിവസം ആചരിക്കുന്നത്. അറിവിന്റെ പാതയിൽ വെളിച്ചവുമായി നടന്ന അധ്യാപകർക്കായി സമർപ്പിച്ച ഈ ദിനം ഭാരതരത്ന ജേതാവും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ പ്രസിഡന്റുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ
ജന്മദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. 1888 സെപ്റ്റംബർ 5-നാണ് അദ്ദേഹം ജനിച്ചത്. 20-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിലേറെ ആദരിക്കപ്പെട്ട പണ്ഡിതരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അക്ഷരലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഗുരുക്കന്മാർക്കായൊരു ദിനം. ഈ കോവിഡ് മഹാമാരിക്കാലത്ത് അധ്യാപകർ നമുക്ക് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നു. ഉൾക്കൊള്ളുവാൻ വേണ്ടി ഓൺലൈൻ ക്ലാസുകൾ നടത്തുന്നു. ഞങ്ങൾക്ക് ഒരുപാട് കഠിനാധ്വാനവും ത്യാഗങ്ങളും ചെയ്യുന്ന അധ്യാപകർക്കായി ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. എല്ലാ അധ്യാപകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ നേരുന്നു. നന്ദി. ഞാൻ ഗോപിക KS 9B ക്ലാസ്സിൽ പഠിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധ്യാപക ദിനം. എൻ്റെ എല്ലാ പ്രിയ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ നേരുന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ 5 രാജ്യത്ത് അധ്യാപക ദിനമായി ആചരിക്കുന്നു. അറിവിന്റെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്ന അധ്യാപകരെ ഹൃദയപൂർവ്വം സ്മരിക്കാൻ ഒരു ദിനം. അധ്യാപകർക്കായി സമർപ്പിച്ച ഈ ദിനം ഭാരതരത്ന ജേതാവും സ്വതന്ത്ര ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ പ്രസിഡന്റുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്. 20-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ഏറെ ആദരിക്കപ്പെട്ട പണ്ഡിതരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ചിന്തകൻ, വാഗ്മി, തന്ത്രശാലിയായ അംബാസിഡർ, അധ്യാപക പ്രതിഭ, ഭരണനിപുണൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശോഭിച്ചിരുന്നു. 1962 മുതലാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. അറിവിനെയും ശാസ്ത്രത്തെയും അടിത്തറയിൽ നിന്നും മാത്രമേ സന്തോഷകരമായ മനുഷ്യജീവിതം സൃഷ്ടിക്കാനാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യ പകർന്നു നൽകുക എന്നതാണ് നമ്മുടെ രാജ്യത്ത് എക്കാലത്തും ഏറ്റവും വിലയേറിയ ജോലിയായി കരുതിയിരുന്നത്. അധ്യാപകർക്ക് പഴയകാലത്ത് വരുമാനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടിയിരുന്നില്ല എന്നതാണ് സത്യം. അറിവുള്ളവരെ ലോകം ആദരിക്കുകയും എല്ലാം ദക്ഷിണയായി മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ജീവനുള്ള ഒരു യഥാർത്ഥ അധ്യാപകൻ അരികിലുണ്ടെങ്കിൽ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്ത് മൂല്യമാണുള്ളത്? അക്ഷരങ്ങളിൽ പിച്ചവെച്ച് നടത്തിച്ച് അറിവിന്റെ ലോകത്തേക്ക് നമുക്ക് വെളിച്ചം നൽകി നമ്മെ നമ്മളാക്കി മാറ്റിയ നമ്മുടെ എല്ലാ പ്രിയ അധ്യാപകർക്കും ആശംസകൾ നേരുന്നു. വിദ്യയുടെ വിളക്കു തെളിയിച്ചവരെ നമുക്ക് മറക്കാതിരിക്കാം, എന്നെന്നും ഓർക്കാം. നന്ദി. ഞാൻ ഹിബ ഫാത്തിമ എം 9B ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്ന് ഒരു കഥയാണ് പറയാൻ പോകുന്നത്. 10 വയസ്സുള്ള കുട്ടിയാണ് ലീല. അച്ഛൻ ഉപേക്ഷിച്ച കുട്ടി. രോഗിയായ അമ്മയ്ക്ക് മരുന്നിന് പണം വേണ്ടി വന്നപ്പോൾ അവൾ സ്കൂളിൽ പോകാതായി. വഴിയരികിൽ സർക്കാർ പണികൾക്കായി ഇറക്കിയിട്ടിരിക്കുന്ന ഭീമൻ കുഴലിലാണ് അവളും അമ്മയും താമസിക്കുന്നത്. ഇത്തരം നിരവധി കുടുംബങ്ങൾ അവർക്കു ചുറ്റുമുണ്ട്. ലീല പതിവ് പോലെ ചാക്കുമായി ഇറങ്ങി കുപ്പിയും പാട്ടയും പെറുക്കാൻ. അന്നവൾ പാട്ട പെറുക്കാനെത്തിയത് സ്കൂൾ പരിസരത്തായിരുന്നു. പണ്ട് താൻ കൂട്ടുകാരുമായി ചേർന്ന് ഓടിച്ചാടി ആഹ്ലാദിച്ചു നടന്ന മുറ്റത്തേക്ക് അവൾ കണ്ണിമ വയ്ക്കാതെ നോക്കി നിന്നു. നിറഞ്ഞ കണ്ണുകൾ പിന്നിയ പാവാടത്തുമ്പുകൾ കൊണ്ട് അമർത്തി തുടച്ച് ലീല തന്റെ പ്രവൃത്തി തുടങ്ങി. ലീലേ, പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നു. പരിചിതമായ ശബ്ദം. ലീല തിരിഞ്ഞു നോക്കുമ്പോൾ മാലതി ടീച്ചർ തൊട്ടടുത്തു നിൽക്കുന്നു. എന്താ മോളെ സ്കൂളിൽ വരാത്തത്? നീ എന്താ ഇങ്ങനെ? അമ്മയ്ക്ക് സുഖമില്ല, മരുന്നിന് പൈസ വേണം, അതുകൊണ്ടാണ് ഞാൻ. ടീച്ചറിന് സുഖം. You taught us music. You taught us to smile. You taught us to give and the right way to live. Can never thank you enough for being what you were and making us what we are. Gurave Namaha.
ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഒന്നാം പാഠമായ ആറ്റത്തിന്റെ ഘടന എന്ന പാഠമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചുറ്റുപാടിൽ വൈവിധ്യമുള്ള എത്രയെത്ര വസ്തുക്കളാണ് ഉള്ളത്? നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിലെ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് എന്ത്? തന്മാത്ര. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും പ്രകടിപ്പിക്കുന്നു. ഇനി എന്താണ് ആറ്റം എന്ന് നോക്കാം. ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തത്തെ കുറിച്ച് ഇനി നമുക്ക് ചർച്ച ചെയ്യാം. 1807 ജോൺ ഡാൾട്ടൻ ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ജോൺ ഡാൾട്ടൻ 1766 അദ്ദേഹം ജനിച്ചത്. ആറ്റ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖമുണ്ടായിരുന്നത്. അതിനാൽ ഈ അസുഖത്തെ ഡാൾട്ടനിസം എന്നും പറയുന്നു. ഇനി ആറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. അതുപോലെ നിർമ്മിക്കാനും കഴിയില്ല, നശിപ്പിക്കാനും കഴിയില്ല. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമമായിരിക്കും. അതുപോലെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണത്തിലും മാസിലും ഉള്ളവയായിരിക്കും. രാസപ്രവർത്തന വേളയിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രണ്ടോ അധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ. Good morning, students. Today we are going to learn about the three principles in the first lesson on equal triangles in mathematics. And we will also learn examples of these three principles. If the sides of a triangle are equal to the sides of another triangle, then the angles of the triangles are also equal. If the two sides of a triangle and the angle made by them are equal to the two sides of another triangle and the angle made by them are equal, then the other side is also equal and the other two angles are also equal. If the one side of a triangle and the angles at its ends are equal to the another side of a triangle and the angles at its ends, then the third angles are also equal and the sides opposite to the equal angles are equal. Now, in this lesson, we will talk about what comes as importance. In any parallelogram, opposite sides are equal. In any parallelogram, the point of intersection of the diagonals is the midpoint of both. In any parallelogram, diagonals bisect each other. So, I think everyone understands what we have said today. Thank you. Happy Teachers' Day. Speech on Teachers' Day. Good morning to all the teachers and my dear friends. The light of the world, the beacon in the dark, and the hope that gives us strength to survive is our teacher. Today, we celebrate Teachers' Day, a day kept aside to honor the gifted souls who work every day to make sure that the future is bright for all of us. This beautiful occasion, let's take the opportunity to convey our wishes to all our teachers who have given impeccable contribution in shaping us. Every year, 5th of September, we celebrate Teachers' Day. It's a day filled with lots of excitement, joy, and happiness. As students are eagerly looking forward to tell their teachers
How and why are they special to them? It's my honor to talk about our dear teachers on this wonderful occasion. We celebrate Teachers' Day on 5th September every year in India. September 5th is marked by the birth anniversary of Dr. Sarvepalli Radhakrishnan, and the Teachers' Day is celebrated in commemoration of his birthday. Along with being a successful leader in the form of the President of the country, Dr. Sarvepalli Radhakrishnan was a great scholar and an excellent teacher. Students across the country celebrate this day to pay respect and thank their teachers. Teachers are the backbones of our society. They spearhead change by shaping and building students' personality and make them ideal citizens of the country. As one look forward and the great impact on growth, development and well-being of the student and nation, one must agree that teaching is a noble profession. There is a saying that teachers are greater than parents. Parents give birth to a child, whereas teachers mold that child's personality and provide a bright future. Apart from academics, teachers stand by us at every step of guide, motive and inspire to become a better people. They are source of knowledge and wisdom. From them leads the ideas and thoughts that one day each one of us will use to provide back into this society. I would like to extend my gratitude to every teacher for selfless service and dynamic support. We are always grateful to you. Thank you. Good morning, respected principal, teachers and my dear friends. I wish you all a very happy Teachers' Day. Today I am here to give a speech about the greatness of teacher. We celebrate Teachers' Day on 5th of September every year. This day is celebrated on the occasion of the birth anniversary of Dr. Sarvepalli Radhakrishnan. He was the second President of India and also a person who gave importance to education. As we all know, we have gathered here to celebrate Teachers' Day online. Let me take this opportunity to thank all our teachers who have been working very hard to teach us online. Taking education to the next level this year may have given us tough times, but our teachers have surely been a ray of hope. Teachers are our lockdown wonders. They supported and helped us to cope with the online classes and tests. Thank you so much, teachers, for guiding us, inspiring us and making us what we are today. Teachers are our second parents. They not only look after us, but also seed knowledge and values in us. They play with us, makes us laugh, teach us and scold us when we do any mistake and understand us not to do the mistake again. And definitely it feels like a home when we are on classroom. Teacher encourages minds to think, hands to create and hearts to love. A teacher is a compass that activates the magnets of curiosity, knowledge and wisdom in the pupils. A good teacher is a candle. It consumes itself to light the way for others. On this day, I want to thank all my teachers for your efforts and dedication. Once again, Happy Teachers' Day. Thank you. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധ്യാപക ദിനം. എൻ്റെ എല്ലാ പ്രിയ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ നേരുന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ 5 രാജ്യത്ത് അധ്യാപക ദിനമായി ആചരിക്കുന്നു. അറിവിൻ്റെ ലോകത്തേക്ക് നമ്മെ കൈപ്പിടിച്ചുയർത്തുന്ന നമ്മുടെ അധ്യാപകരെ ഹൃദയപൂർവ്വം സ്മരിക്കാൻ ഒരു ദിനം. അധ്യാപകർക്കായി സമർപ്പിച്ച ഈ ദിനം ഭാരതരത്ന ജേതാവും സ്വതന്ത്ര ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ പ്രസിഡന്റുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ആചരിക്കുന്നത്. 20ാം നൂറ്റാണ്ടിൽ ഏറെ ആദരിക്കപ്പെട്ട പണ്ഡിതരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ചിന്തകൻ, വാഗ്മി, അധ്യാപക പ്രതിഭ, ഭരണ നിപുണൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശോഭിച്ചിരുന്നു. 1962 മുതലാണ് അദ്ദേഹത്തിന്റെ ജന്മവാർഷികം അധ്യാപക ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. സ്വയം ചിന്തിക്കാൻ നമ്മെ സഹായിക്കുന്നവരാണ് യഥാർത്ഥ അധ്യാപകനെന്നും അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും അടിത്തറയിൽ നിന്നും മാത്രമേ സന്തോഷകരമായ മനുഷ്യജീവിതം സൃഷ്ടിക്കാനാകൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഒരുപാട് ഇൻസ്പിറേഷൻ കോട്ട്സ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിദ്യ പകർന്നു നൽകുക എന്നതാണ് നമ്മുടെ രാജ്യത്തെ എക്കാലത്തും ഏറ്റവും വിലയേറിയ ജോലിയായി കരുതിയിരുന്നത്. അധ്യാപകർക്ക് പഴയ കാലത്ത് വരുമാനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടിയിരുന്നില്ല എന്നതാണ് സത്യം. അറിവുള്ളവനെ ലോകം ആദരിക്കുകയും എല്ലാം ദക്ഷിണയായി മുന്നിൽ നൽകുകയും ചെയ്തിരുന്നു.
ജീവനുള്ള ഒരു യഥാർത്ഥ അധ്യാപകൻ അരികിലുണ്ടെങ്കിൽ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്ത് മൂല്യമാണുള്ളത്? അക്ഷരങ്ങളിൽ പിച്ച വെച്ച് നടത്തിച്ച് അറിവിൻ്റെ ലോകത്തിലേക്ക് വെളിച്ചം നൽകി നമ്മെ നമ്മളാക്കി മാറ്റിയ നമ്മുടെ എല്ലാ പ്രിയ അധ്യാപകർക്കും ആശംസകൾ നേരുന്നു. വിദ്യയുടെ വിളക്ക് തെളിച്ചവരെ നമുക്ക് മറക്കാതിരിക്കാം. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും എൻ്റെ അധ്യാപക ദിന ആശംസകൾ. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 അറിവിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് പകർന്നു തരുന്ന അധ്യാപകർക്കായി സമർപ്പിക്കപ്പെട്ട ദിവസം. അധ്യാപക ദിനം. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് നമ്മൾ ചൊല്ലിപ്പഠിക്കാറില്ലേ? വിദ്യ നേടുക അഥവാ അറിവ് നേടുക എന്നതാണ് ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ട ഒന്നാമത്തെ ഗുണം. ആ അറിവ് നമ്മളിലേക്ക് പകർന്നു തരുന്നവരാണ് അധ്യാപകർ. ഓരോ വിദ്യാർത്ഥിയുടെയും സ്വപ്നങ്ങളിലേക്കുള്ള മാർഗനിർദ്ദേശവും വെളിച്ചവുമാണ് ഓരോ അധ്യാപകരും. ഒരു നല്ല മനുഷ്യനായി സമൂഹത്തിലെ മികച്ച അംഗമായി രാജ്യത്തെ ഉത്തമ പൗരനായി തീരാൻ അധ്യാപകർ നമ്മളെ സഹായിക്കുന്നു. അധ്യാപകർ രാജ്യത്തെ ഏറ്റവും മികച്ച സമ്പത്താണെന്ന് വിശ്വസിച്ചിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഭാരതത്തിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന അദ്ദേഹം അധ്യാപകരുടെ അധ്യാപകൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോവിഡ് കാലത്തെ രണ്ടാമത്തെ അധ്യാപക ദിനമാണ് നാം വീടുകളിലെ ക്ലാസ് മുറികളിൽ ഇരുന്ന് ആഘോഷിക്കുന്നത്. പഠനത്തോടൊപ്പം ആധുനിക കാലത്ത് ഉയർന്നു വരുന്ന ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന എല്ലാ അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. I want to dedicate this song to you because you care for me. I want to dedicate this song to you because you care for me. With you I feel safe and secure. You really care for me. If something happens in the class that brings me down and makes me sad, you are there for me. And when I'm stuck, I don't know what to do. You are there to guide me. La 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 la. I love my teacher. La 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 la. I love my teacher. I wake up in the morning and I know it's going to be another fun day. Don't throw me a smile. La 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 la. I love my teacher. Good morning, respected principal, teachers and all my dear friends. Today, on this auspicious occasions of Teachers' Day, we are here to celebrate and pay a gift to our very dear teachers who tirelessly work to ensure that they provide the best education to their students, as we are the nation's future. We all know that this day is celebrated to commemorate the birth anniversary of Dr. Sarvepalli Radhakrishnan, the second President of India, who himself was a teacher, philosopher and educationist. As we all know that it is impossible to define teacher, as teachers are not only limited to teaching or guiding students in academics, but also helping students to take the right path. They develop our overall character and personality, which make us a confident person. There is also saying that teachers are greater than parents, because parents only give birth to child, whereas a teacher makes children's bright future. On behalf of all students, I would like to thank all the teachers for the tireless effort they take to
our personality. Thank you, teachers, for all your support and dedication. Thank you so much. ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വിഷയം മലയാളം ഫസ്റ്റ്, മലയാളം 1 ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പുതിയതായി വന്ന കുട്ടികളല്ലേ, എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന വിഷയം മലയാളം ഫസ്റ്റ് ആണ്. ഒരു പുതിയ അധ്യായമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് നമുക്കൊന്ന് നോക്കാം. സാന്ദ്ര സൗഹൃദം എന്നാണ് ഒരു പുതിയ അധ്യായത്തിൻ്റെ തലക്കെട്ട്. സാന്ദ്ര സൗഹൃദം. ഇത് എഴുതിയിരിക്കുന്നത് രാമപുരത്ത് വാര്യരാണ്. ഇത് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഈ ഒരു കവിത പാടി കേൾപ്പിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ എല്ലാവരും ഇത് ആദ്യം മുതൽക്ക് കുറേ പ്രാവശ്യം കേട്ട് റിപ്പീറ്റായി വായിച്ച് മനസ്സിലാക്കുക. ആദ്യം ഞാൻ ഈ കവിത ഒന്ന് വായിച്ചു തരുന്നു. സാന്ദ്ര സൗഹൃദം. സാന്ദീപാനി ഗൃഹേ പണ്ടു സാഹസാർ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലേ. ഗുരുപത്നിനിയോഗേന കഥാജന നാം എല്ലാരും ഒരുമിച്ചു വിറകില്ലാഞ്ഞിട്ടു പോയതും പെരുങ്കാട്ടിൽ പുഗ്നിധന മൂടിച്ചു കെട്ടിവെച്ചതും അരുണ നസ്തമിച്ചതും മറന്നില്ലല്ലേ. ഒരിരുട്ടും ആകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിയിട്ട സ്മകം. You taught us music. You taught us to smile. You taught us to give and the right way to live. Can never thank you enough for being what you were and making us what we are. Gurave Namaha.
നമസ്കാരം. പ്രശസ്ത കവി വള്ളത്തോൾ നാരായണ മേനോന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ കുറച്ചു വരികളാണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത്. ലോകമേ തറവാടു തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മദാനഭ്യുന്നതി യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ താരകമണിമാല ചാർത്തിയാലതും കൊള്ളാം കാരണി ചെളി നീളെ പുരണ്ടാലതും കൊള്ളാം ഇല്ലിഹ സംഘം ലേഭമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസ് സമസ്വച്ഛമല്ലയോ വിഹായസ്തവണ്ണമൻ ഗുരുനാഥൻ ദുർജന്തുവിഹീനമാം ദുർലഭതീർത്ഥഹൃതം കജ്ജലോദ്ഗമമില്ലാത്തൊരു മംഗളദീപം പാമ്പുകൾ തീണ്ടിടാത്ത മാണിക്യമഹാനിധി പാഴ്നിഴലുണ്ടാക്കാത്ത പൂനിലാവെന്നാചാര്യൻ പാമ്പുകൾ തീണ്ടിടാത്ത മാണിക്യമഹാനിധി പാഴ്നിഴലുണ്ടാക്കാത്ത പൂനിലാവെന്നാചാര്യൻ പാമ്പുകൾ തീണ്ടിടാത്ത മാണിക്യമഹാനിധി പാഴ്നിഴലുണ്ടാക്കാത്ത പൂനിലാവെന്നാചാര്യൻ. നന്ദി. One day, when I was your age and I was bored, my mother, your grandma, sent me out to search for the strangest little house. If you like, I can tell you just what she told me to do. The little boy looked up. His mother was bored once. That was interesting, she said. First, you need to put on your. You should find it not too far from her. You won't even need to cross the street. I will do it, he said. He bundled up in his raincoat and his hat, his scarf and his mittens and his boots too, and set out to find it the little round red house with no windows, no doors, a chimney on top and a star in the middle. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇനി ഇവിടെ നിർത്താം. പിന്നെ ഈ അടുത്ത ആഴ്ച ഇതേ സമയത്ത്. Good morning, dears. How are you? Hope you are doing well. Okay. What is the name of our first chapter? Yes. Medieval world, centers of power. മധ്യകാല ലോകം അധികാരങ്ങളുടെ കേന്ദ്രം. What we learned in our previous class? Are you remember? Yes, very good. About medieval period. Generally, the medieval period between 5th to 15th century CE. But in India, the medieval period between 8th to 18th century CE. The medieval period is not same at all parts of the world. Okay. Today we have learned about the continuation of first chapter. About Roman Empire. Roman Empire was the largest ancient empire. The ancient king Diocletian divided the Roman Empire into two for his administrative convenience. The Diocletian emperor divided the Roman. ഞാൻ ആയിഷ സൈനൂർ 9th പഠിക്കുന്നു. ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററായ ആഹാരം അന്നപദത്തിൽ എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ദഹനത്തെ കുറിച്ച് പറയാം. അപ്പൊ ഈ ദഹനം എന്നാൽ എന്ത്? സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതക്കുന്ന തരത്തിൽ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ദഹനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾക്ക് നമ്മുടെ നാക്കിനെ കുറിച്ചൊന്ന് നോക്കാം. നാക്ക് എന്തൊക്കെയാണ് സഹായിക്കുന്നതെന്ന്. നാക്ക് ഭക്ഷണത്തെ ഉമനീരുമായി കൂട്ടിക്കലർത്തുന്നത് നാക്കാണ്.
പിന്നെ നാക്കിലെ സ്വാദുമുകുലങ്ങൾ രുചി അറിയാൻ സഹായിക്കുന്നു. അന്നനാളത്തിലേക്ക് ഭക്ഷണത്തെ എത്തിക്കാൻ സഹായിക്കുന്നത് നാക്കും പല്ലുകളും ആണ്. അപ്പൊ ഈ ദഹനത്തിന് നാക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് പെരിസ്റ്റാൾസിസ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാല് ഭക്ഷണം ആമാശയത്തിൽ എത്തുന്നത് അന്നനാള തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത്തരം ചലനത്തെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ആഹാരം ചെറുകുടലിൽ എന്നുള്ള ഈ ഒരു ഭാഗം നോക്കാം. മനുഷ്യന്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. ഉദരാശയത്തിൽ അനേകം മടക്കുകളായി ചുറ്റി വളഞ്ഞാണ് ചെറുകുടൽ കാണപ്പെടുന്നത്. തന്മൂലം ചെറുകുടലിലൂടെ ആഹാരം വളരെ സാവധാനം മാത്രമേ നീങ്ങുകയുള്ളൂ. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണത്തിന് ആരംഭിക്കുന്നതിനും ചെറുകുടലിൽ വെച്ചാണ്. കുഴമ്പ് പരുവത്തിലായ ആഹാരം ആമാശയത്തിൽ നിന്ന് ചെറുകുടലിന്റെ ആദ്യഭാഗമായ പക്യാശയത്തിലേക്ക് കടക്കുന്നു. ഞാൻ ഇതിനെ കുറിച്ചിട്ടൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറുകുടലിന് ഏകദേശം 5 മുതൽ 6 മീറ്റർ വരെ നീളം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഉദരാശയത്തിൽ വളരെയധികം ഇത്രയും നീളം ഉണ്ടായതുകൊണ്ട് തന്നെ ചുറ്റി വളഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഭക്ഷണം അതിലൂടെ വളരെ പതുക്കിയാണ് പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു.